ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാന്യനായ ഉമർ കടകശ്ശേരി, പുറത്തൂർ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന അതിഥി വളരെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ വ്യക്തിത്വം പതിപ്പിച്ച ജനകീയനായ ഒരു യുവത്വത്തെയാണ്. അദ്ദേഹം ഇൻസൈറ്റ് ഓഫീസിൽ സന്ദർശിച്ച ഈ മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. താങ്ക് യു സർ. നമസ്കാരം. ഞാൻ ഇൻസൈറ്റ് ഓഫീസിൽ സന്ദർശിച്ചത്, നമുക്കറിയാം നമ്മുടെ ഈ മേഖലയിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പഠനം എളുപ്പമാക്കാനും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ആവശ്യാർത്ഥം പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷാ നൈപുണി വികസനമാണ്. അത്തരം ആവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന നമ്മുടെ പുറത്തൂർ പഞ്ചായത്ത് പരിധിയിലെ ഏക സ്ഥാപനം എന്നുള്ള നിലക്കാണ് ഈ സ്ഥാപനത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ അവരുടെ നിലവാരം വർദ്ധിപ്പിക്കാൻ ഇവരുടെ പരിശീലനം കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയത്തിനകം നമ്മളുടെ അനുഭവമാണ്. അത് കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുകയാണ്. കാരണം ഇന്ന് ഒരു മത്സരത്തിൻ്റെ ലോകത്തിൽ മത്സര പരീക്ഷകൾ അതിജീവിക്കാനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്, അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിലുള്ള മികവ് തന്നെയാണ്. അക്കാര്യത്തിൽ നമ്മുടെ മറ്റേതൊരു പഠനത്തേക്കാൾ ഉപരിയായി ഈ ലാംഗ്വേജിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ മെച്ചപ്പെടുത്തൽ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് വളരെ സഹായകരമായ ഒരു ഏറ്റവും അടുത്തുള്ളൊരു സ്ഥാപനം എന്നുള്ള നിലക്ക് ഇൻസൈറ്റിൻ്റെ പ്രാധാന്യം വലുതാണ്. ഏവർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ളൊരു സ്ഥാപനം എന്നുള്ള നിലക്ക് ഇൻസൈറ്റിനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്ന ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന KDISC, അതുപോലെ തന്നെ വ്യവസായ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ നോളജ് എക്കണോമി മിഷൻ, ഇവരുടെയൊക്കെ സംയുക്ത നേതൃത്വത്തിൽ നടത്തുന്നൊരു പരിപാടിയാണ് വിജ്ഞാന കേരളം. അതായത് നമ്മൾ നേടിയ അറിവിനെ നമുക്കെങ്ങനെ അതൊരു ജോലിയാക്കി മാറ്റാം, അല്ലെങ്കിൽ അതിലൂടെ ഒരു ജോലി സമ്പാദനം എങ്ങനെയാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷണം എന്ന് വെച്ചാൽ ഒരു വളരെ പ്രാക്ടിക്കലായി അത് നടപ്പിലാക്കി കഴിഞ്ഞു പല ജില്ലകളിലും പല സ്ഥലത്തും. അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്തിലും അതിലേക്കുള്ള ചുവടുവെപ്പ് നടത്തുകയാണ് വിജ്ഞാന കേരളം പദ്ധതി. അപ്പോൾ അതുകൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട എയിം ചെയ്യുന്നത് ഈ ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പഠനം കഴിഞ്ഞ് ഒരു ജോലി തേടി നടക്കുന്നവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റിന് വലിയ പ്രാധാന്യം ഇന്ന് കേരളീയ സമൂഹത്തിലുണ്ട്. അവരുടെ നൈപുണി വികസനം അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ +2 വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് PG കഴിഞ്ഞൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് കുറേയും കൂടി അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മുടെ ഈ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പാക്കേജുകൾ നമുക്ക് നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. തീർച്ചയായിട്ടും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് +2 കഴിഞ്ഞവർക്കും അതേപോലെ തന്നെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരും കംപ്ലീറ്റ് ചെയ്തവർക്കും അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഒന്ന് ഭാഷ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. 2, അവർക്ക് മോക്ക് ഇൻ്റർവ്യൂ, പ്രാക്ടിക്കലായിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂ, അതേപോലെ തന്നെ അവരെ ജനറൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ലൈക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജനറൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ സ്പീക്കിംഗ് എബിലിറ്റി, അതേപോലെ തന്നെ ജോബിന് ആവശ്യമായ ഓരോ വ്യക്തികൾക്കും അവരുടേതായ മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കാൻ പറ്റുന്ന ജോബ് മോക്ക് ഇൻ്റർവ്യൂ, അതേപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി പ്രോഗ്രാം, പബ്ലിക് സ്പീക്കിംഗ് പ്ലാറ്റ്ഫോം, അതേപോലെ പ്രസൻറ്റേഷൻ സ്കിൽസ്. അപ്പോൾ ഈ ഒരു പാക്കേജ് കഴിയുന്നതോടുകൂടെ അവർ ആരുടെ മുന്നിലും പോയി നിൽക്കാനും ആരുടെ മുന്നിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസും സ്കില്ലും അവർക്കുണ്ടായിരിക്കും. നൈപുണി വികസനത്തോടൊപ്പം നമ്മൾ പ്രധാനപ്പെട്ട തന്നെയാണ് ഈ ആളുടെ വ്യക്തിത്വ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതും കൂടി നമുക്ക് കണ്ണി ചേർത്ത് ക്ലബ് ചെയ്ത് കൊടുക്കാൻ കഴിയുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഈ സ്കില്ലുകളൊക്കെ നേടുന്നതോടുകൂടെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി 100% ഡെവലപ്പ് ആവും. ഓക്കെ.
ഓക്കെ കരീം, വളരെ സന്തോഷം. എന്തായാലും പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ വാർഷിക പദ്ധതിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വേറിട്ടൊരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ട്, വിജ്ഞാന കേരളം പദ്ധതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് വിജ്ഞാന പുറത്തൂർ എന്നുള്ള ഒരു പദ്ധതി ഈ പുതിയ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നൈപുണി വികസനം, സ്കിൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള പദ്ധതികളിൽ ഈ ഇൻസൈറ്റിൻ്റെയും കൂടി സേവനം ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. എന്തെല്ലാം സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയോട് കൂടി ചെയ്യുന്നു. എന്തായാലും ഓക്കെ, ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു.